ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച. ലൂക്ക 1:39 മുതൽ 56 വരെ വാക്യങ്ങൾ. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് 15 രണ്ട് പ്രധാന ആഘോഷങ്ങളെ അടയാളപ്പെടുത്തുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗത്തിലേക്കുള്ള ആരോഹണവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും. ഈ ഇരട്ട ആഘോഷങ്ങൾ വിമോചനത്തിൻ്റെ ഒരു മഹത്തായ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയുടെ ആത്മാവ് അസത്യത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കും മോചനം നേടുന്നു. വഴിയും സത്യവും ജീവനുമായ യേശുവിൻ്റെ പുനരുദ്ധാനത്തോടെ ഇവയെല്ലാം ഓരോ മനുഷ്യർക്കും പ്രായോഗികവും യാഥാർത്ഥ്യവുമായി തീർന്നു. യേശുവിനോടൊപ്പം വാഗ്ദത്ത മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ എന്ന പദവി യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് ലഭിച്ചു. മറിയം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി കിരീടമണിഞ്ഞിരിക്കുന്നു. യഥാർത്ഥ വിമോചനത്തിൻ്റെ തിളങ്ങുന്ന നക്ഷത്രം. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ഒരു രാഷ്ട്രമായി. രാഷ്ട്രീയമായും മതപരമായും സാമ്പത്തികമായും ലോകത്തിലെ ഏറ്റവും മഹത്തായ രാഷ്ട്രമെന്ന നിലയിൽ നിലനിന്നിരുന്ന ഇന്ത്യയുടെ ആ മഹത്തായ ഭൂതകാലം 200 വർഷത്തെ ബ്രിട്ടീഷ് അധിനിവേശത്താൽ ഇല്ലാതാക്കപ്പെട്ടു. എന്നിരുന്നാലും അഹിംസയിലൂടെയും ആത്മത്യാഗത്തിൻ്റെയും പാതയിലൂടെ ഭാരതമാതാവിൻ്റെ അഭിമാനം പുനഃസ്ഥാപിച്ച മഹാത്മാഗാന്ധി എന്ന മനുഷ്യനിൽ രാഷ്ട്രത്തിൻ്റെ ആത്മാവ് പുനർജനിച്ചു. ഗാന്ധിജി സുവിശേഷത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. ഓരോ ഇന്ത്യൻ ക്രിസ്ത്യാനിയും അമ്മ മേരിയെയും ഭാരതമാതാവിനെ കുറിച്ച് അഭിമാനിക്കുന്നു. സഭ എല്ലായ്പ്പോഴും പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിൽ വിശ്വസിക്കുന്നുണ്ടായിരുന്നെങ്കിലും 1950 പിയൂസ് 12 മാർപ്പാപ്പയാണ് ഈ വിശ്വാസം ഔപചാരികമായി നിർവഹിച്ചത്. മറിയം സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തിയാൽ എടുക്കപ്പെട്ടു. ക്രിസ്തു തൻ്റെ സ്വന്തം ശക്തിയാൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. വിശുദ്ധ ജോൺ ഡമസ്കീൻ ഇങ്ങനെ എഴുതുന്നു: ഇന്ന് കന്യകമാരുടെ വിശുദ്ധ കന്യകയെ സ്വർഗീയ ആലയത്തിൽ അവതരിപ്പിക്കുന്നു. ഇന്ന് തൻ്റെ സൃഷ്ടാവിനെ തന്നെ ഗർഭം ധരിച്ച ജീവനുള്ള ദൈവത്തിൻ്റെ വിശുദ്ധവും ജീവനുള്ളതുമായ പെട്ടകം കൈകൊണ്ട് നിർമ്മിച്ചതല്ല. ദൈവത്തിൻ്റെ ആലയത്തിൽ അവളുടെ വാസസ്ഥലം സ്വീകരിക്കുന്നു. അവളുടെ പൂർവ്വപിതാവായ ദാവീദ് സന്തോഷിക്കുന്നു. മാലാഖമാരും പ്രധാന ദൂതന്മാരും ആഹ്ലാദത്തിലാണ്. ശക്തികളും പ്രിൻസിപ്പാലിറ്റികളും ആധിപത്യങ്ങളും സിംഹാസനങ്ങളും സന്തോഷത്തിലാണ്. കെരൂബുകളും സെറാഫിമും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണം നമുക്ക് ഓരോരുത്തർക്കും ഒരു ക്ഷണവും വെല്ലുവിളിയുമാണ്. നമ്മുടെ ശ്രദ്ധ സ്വർഗത്തിലും സ്വർഗീയ കാര്യങ്ങളിലും കേന്ദ്രീകരിക്കുവാൻ നമ്മെ ഇത് പ്രേരിപ്പിക്കുന്നു. വിശുദ്ധിയും പരിശുദ്ധിയുമുള്ളൊരു ജീവിതം നയിക്കാനും എല്ലാ സമയത്തും എല്ലാ സാഹചര്യങ്ങളിലും ദൈവഹിതം ചെയ്യാൻ ശ്രമിക്കാനും നമുക്ക് പ്രചോദനം നൽകുന്നു. കർത്താവിൻ്റെ വേദനയോടും അഭിനിവേശത്തോടും പങ്കുചേരാനും
ലോകരക്ഷയിൽ പങ്കാളികളാകാനും ഇത് ക്ഷണമാണ്. ഒരു വിശുദ്ധനാവുക എന്നത് ഓരോ ക്രിസ്ത്യാനിയുടെയും വിളിയാണ് എന്ന് മനസ്സിലാക്കാൻ ഇന്നത്തെ തിരുനാൾ നമുക്ക് പ്രേരണ നൽകട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട്, സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നേർന്നുകൊണ്ട്, ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.